ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് അമ്മാ ബഅദ്. ഒരു പോസ്റ്റർ, അത് പഴയ പോസ്റ്ററാണ്. അപ്പോൾ അതിൽ പറയുന്നത് 1,00,00,000 രൂപ ഇനാം. എന്തിനാണ് ഇനാം? നബിദിനാഘോഷം പാടില്ലെന്ന് ഖുർആനിലെ ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കുന്നവർക്ക് 1,00,00,000 രൂപ ഇനാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നബിദിനാഘോഷം ഒക്കെ അനുവദനീയമാണ്, അത് നബിദിനാഘോഷമൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ജാതി ചോദ്യമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മുസ്ലിയാരുടെ ഒരു തട്ടിപ്പും വെട്ടിപ്പുമാണ്, സമസ്തക്കാരുടെ തട്ടിപ്പും വെട്ടിപ്പുമാണ്. അപ്പോൾ സ്നേഹത്തോടുകൂടെ മുസ്ലിയാരുടെ ഈ ചോദ്യം പരിഗണിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, 1,00,00,000 രൂപ അത് മുസ്ലിയാർക്ക് തന്നെ തരാം. കാരണം നമുക്ക് സമ്പത്ത് ആവശ്യമില്ല, 1,00,00,000 രൂപ നമുക്കിപ്പോൾ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് മുസ്ലിയാർ തന്നെ എടുത്തോട്ടെ. എന്നാൽ പിന്നെ മുസ്ലിയാർക്ക് ഈ പിന്നെ അടിയന്തരത്തിനും കണ്ണൂക്കിനൊക്കെ പോയിട്ട് മറ്റുള്ള ആളുകളുടെ പോക്കറ്റിൽ കൈയിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ 1,00,00,000 രൂപ മുസ്ലിയാർ എടുത്തോളൂ, അല്ലെങ്കിൽ സമസ്തക്കാരുടെ മുസ്ലിയാക്കന്മാരുടെ എടുത്തോട്ടെ. എന്നിട്ട് നമുക്ക് ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സമസ്തയുടെ AP ആകട്ടെ, EK ആകട്ടെ, സംസ്ഥാന സുന്നികളാകട്ടെ, ഏത് സമസ്തക്കാരനാകട്ടെ, എത്ര വലിയ മുസ്ലിയാരാകട്ടെ, കാന്തപുരം ആകട്ടെ, പേരോടാകട്ടെ, അതല്ലെങ്കിൽ അമ്പലക്കടവ് പൈസയാകട്ടെ, റഹ്മത്തുള്ള ഖാസിമി ആകട്ടെ, ആരും ആകട്ടെ, ഇനി അല്ലെങ്കിൽ സംസ്ഥാന സമസ്തക്കാരനായിട്ടുള്ള നജീബ് മൗലവി ആകട്ടെ, നബിദിനാഘോഷം ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിന് ഉദ്ധരിച്ചിട്ട്, അള്ളാഹിൻ്റെ റസൂല് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ട് നബി പറയാണ് സ്വഹാബത്തിനോട്, സ്വഹാബത്തെ ഇതാ ഈ ആയത്ത് നബിദിനാഘോഷം കൊണ്ടാടാനുള്ള തെളിവാണ്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടാടുവിൻ, ഇതാ അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മുത്ത് നബി ലോകത്തെ ഒരായത്തോ ആയത്തിൻ്റെ കഷ്ണം കൊണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരായത്ത് ഉദ്ധരിക്കാൻ സകല സമസ്തക്കാരെയും, AP-ക്കാരെ മാത്രമല്ല, EK-ക്കാരെ മാത്രമല്ല, സമസ്തക്കാരെ അടക്കം വെല്ലുവിളിക്കുന്നു. നിങ്ങൾ തരുന്ന 1,00,00,000 രൂപ അങ്ങോട്ട് തന്നെ ഇനാം ആയിട്ട് തരുന്നു.